1932 കളിച്ച വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കിങ് ഹൺ ഗെയിം കണ്ടാലോ. ഈ ഗെയിമിൽ വൈറ്റ് കളിക്കുന്ന വോഗലും ബ്ലാക്ക് കളിക്കുന്ന സ്റ്റോപ്പെ എന്ന പ്ലെയറുമാണ്. ഇവിടെ നമ്മൾ ബ്ലാക്ക് സൈഡിൽ നിന്നാണ് കളി കാണാൻ പോകുന്നത്. പോൺ ടു E4, പോൺ E5, നൈറ്റ് F3, നൈറ്റ് C6, D4 നമ്മുടെ സ്കോച്ച് ഗെയിമാണ്. പോൺ വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു, നൈറ്റ് വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു, നൈറ്റ് F6 കളിച്ച് ആ പോണിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു, നൈറ്റിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു, നൈറ്റ് ടേക്ക് C6, ബി ടേക്ക് C6. ഇവിടെ വേണമെങ്കിൽ ഈ പോൺ വെച്ച് വെട്ടിയെടുക്കാം, പക്ഷെ അവിടെ ഒരു ക്യൂവിന് എക്സ്ചേഞ്ച് നടക്കും. ഇവിടെ ബ്ലാക്ക് പ്ലെയറിന് ക്യൂവിന് ഇവിടെ വെച്ച് കളിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ബി ടേക്ക് C6 കളിക്കുന്നത്. ബിഷപ്പ് ടു D3 കളിച്ച് ഈ ഒരു പോണിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. ഇവിടെ മറ്റൊരു ഫേമസ് മൂവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൺ ടു E5 പോലത്തെ മൂവാണ് മറ്റൊരു ഫേമസ് മൂവ്. അതും അല്ലെങ്കിൽ വേറെ ചില മൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിഷപ്പ് ടു C4 എന്ന് പറയും, ബിഷപ്പ് ടു D3 അല്ലെങ്കിൽ നൈറ്റ് C3 വേണമെങ്കിൽ ഇവിടെ കളിക്കാം. പക്ഷേ ഇവിടെ ഗെയിമിൽ കളിക്കുന്നത് ബിഷപ്പ് ടു D3 കളിച്ച് ആ പോണിനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ബിഷപ്പ് ടു E7, രണ്ടുപേരും ക്യാസ്ലിങ്ങിന് തയ്യാറെടുക്കുകയാണ്. വൈറ്റ് ക്യാൻസൽ ചെയ്തു, ബ്ലാക്കും അങ്ങ് ക്യാൻസൽ ചെയ്തു. പോൺ ടു B3, അപ്പോൾ ബിഷപ്പിനെ വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാം, പക്ഷെ അതിന് പകരം വൈറ്റ് പ്ലെയർ തീരുമാനിക്കുന്നത് B3 കളിച്ചിട്ട് ഈ ഒരു ലോങ് ഡയഗണലിലേക്ക് കൊണ്ടുവരാനാണ്. അവിടെയാണ് പോൺ ടു D5 കളിച്ച് ബ്ലാക്ക് സെൻറ്ററിലേക്ക് അങ്ങ് സ്ട്രൈക്ക് ചെയ്യുന്നത്. നൈറ്റ് D2, റൂക്ക് E8, റൂക്കിനെ ഒരു ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്. ത്രെട്ട് ഈ ഒരു ഈ ഫയലിലേക്ക് കൂടുതൽ അറ്റാക്ക് കൊണ്ടുവരാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഐഡിയ. ബിഷപ്പ് ടു B2 ആ ലോങ് ഡയഗണലിലേക്ക് കൊണ്ടുവന്നു. ബിഷപ്പ് D6, അപ്പോൾ ഈ ഒരു ബിഷപ്പ് ഈ E7 അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ട് കുറച്ച് ആക്റ്റീവ് സ്ക്വയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബിഷപ്പ് ടു D6 കളിക്കുന്നത്. പോൺ ടു F3, എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്? ഇവിടെ ബിഷപ്പ് ടു D6 ശേഷം ഈ ഒരു പോൺ എത്ര രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഈ പോണ്, ഈ നൈറ്റ്, ഈ റൂക്ക് എല്ലാം ആ പോണിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു പക്ഷേ ഇവിടെ ആ ഒരു പോൺ ടു F3 പകരം വേറെയും ചില മൂവ്സ് ഉണ്ടാവും. ഈ ടേക്സ് D5 കളിച്ചാൽ മതിയായിരുന്നു, അതും അല്ലെങ്കിൽ റൂക്ക് E1 പോലത്തെ ഒരു മൂവ് കളിച്ചാലും മതി. പക്ഷേ ഗെയിമിൽ കളിക്കുന്നത് ബിഷപ്പ് D6 ശേഷം ഇവിടെ കളിക്കുന്ന മൂവ് പോൺ ടു F3 ആണ്. ഇവിടെ ബ്ലാക്ക് കുറച്ച് ഓക്വേർഡായിട്ടുള്ള ഒരു മൂവ് കളിക്കുകയാണ്, നൈറ്റ് H5. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ആദ്യം വ്യക്തമല്ല. കാരണം ഇവിടെ നൈറ്റ് H5 കളിച്ചില്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക? ഒരു പക്ഷേ റൂക്ക് E1 പോലത്തെ മൂവ് വന്നിട്ട് E5 പോലത്തെ മൂവ് ത്രട്ടൻ ചെയ്യുമ്പോൾ അപ്പോൾ കൂടുതൽ പീസുകൾ അവിടെ അറ്റാക്കിൽ വരും. നൈറ്റ് H5 കളിക്കുന്നു ബ്ലാക്ക്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന മൂവാണ്, ഇവിടെ വൈറ്റ് കളിക്കുന്ന മൂവാണ്. പോൺ ടു E5 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഉദ്ദേശം വേറൊന്നുമല്ല, ഈ ബിഷപ്പ് വളരെ പവർഫുൾ ആണെന്ന് ഇവിടെ വൈറ്റിന് മനസ്സിലായി. അടുത്ത മൂവിൽ തന്നെ റൂക്ക് E1 കളിച്ച് കൂടുതൽ അറ്റാക്ക് വന്നിട്ട് ഈ ഒരു ബിഷപ്പിന് ഒരു എക്സ്റേ ഡയഗണലിൽ കൊടുക്കാനാണ് ഇവിടെ വൈറ്റിൻ്റെ ഐഡിയ. ഇവിടെയാണ് പോൺ ടു E5 മൂവ് കളിക്കുമ്പോൾ ഈ ഒരു പോണിനെ വേണമെങ്കിൽ വെട്ടിയെടുക്കാം. ഈ ഒരു പോണിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് ടേക്സ്, റൂക്ക് ടേക്സ്. പക്ഷേ ഇവിടെ മോറോർലെസ് ഇവിടെ വൈറ്റിന് ഒരു സൂപ്പർ മൂവ് ഉണ്ട്. എന്താണ്? പോൺ ടു F4. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ റൂക്കും അറ്റാക്ഡ് ആണ്, ഈ ഒരു നൈറ്റും അറ്റാക്ഡ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് പ്രശ്നമാണ്. ഇവിടെ റൂക്കിനോ നൈറ്റിനോ ഏതെങ്കിലും ഒരെണ്ണത്തിന് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ടാക്ടിക്കായിട്ട് പോൺ ടു E5 എന്നുള്ള മൂവ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. അപ്പോൾ ആ പോൺ എടുക്കുന്നത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് ബ്ലാക്ക് കാണുന്നു. ബിഷപ്പ് C5 ചെക്ക് ആദ്യം തന്നെയും കളിക്കണം. കിങ് H1, ഇവിടെയാണ് നമ്മുടെ ഒരു ഫോഴ്സ്ഡ് മേറ്റിംഗ് കോമ്പിനേഷൻ വരുന്നത്. ആദ്യം അങ്ങ് നൈറ്റ് G3 ചെക്ക് കളിക്കണം. അപ്പോൾ ഇവിടെ വൈറ്റിന് ഫോഴ്സ്ഡ് ആണ് ഈ ഒരു നൈറ്റിനെ എടുക്കുക എന്നുള്ളത്. കാരണം കിങ്ങിന് സൈഡിലോട്ട് പോകാൻ പറ്റില്ല, കാരണം എന്താണ്? ബിഷപ്പ് ഇരിക്കുന്നുണ്ട്. പോൺ വെച്ചിട്ട് ആ നൈറ്റിനെ അങ്ങ് എടുത്തു കഴിയുമ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ഫോളോ അപ്പ് വരിക? അപ്പം ക്യൂൻ G5, അപ്പോൾ ഒറ്റ മൂവിൽ ഇവിടെ ഒരു ക്യൂൻ H5 നേരിട്ട് ഇവിടെ ചെക്ക് മേറ്റ് ആണ് ഇവിടെ ബ്ലാക്ക് ത്രട്ടൻ ചെയ്യുന്നത്. അപ്പോൾ കിങ്ങിന് ഓടിപ്പോകാൻ എന്തെങ്കിലും കുറച്ച് സ്ക്വയർ വേണമല്ലോ. ഈ ബിഷപ്പാണെങ്കിൽ ഭയങ്കര പവർഫുള്ളും, അതുകൊണ്ട് തന്നെ റൂക്ക് F2 കളിക്കണം. എന്തിനാണ് റൂക്ക് F2 കളിച്ചത്? കിങ്ങിന് ഇപ്പോൾ തൽക്കാലം ബിഷപ്പിൻ്റെ ഡയഗണലിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു മൂവാണ് ഈ ഒരു റൂക്ക് F2 എന്നുള്ള മൂവ്. പക്ഷെ അതും ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ബിഷപ്പ് ടേക്സ് F2. ഇവിടെ നൈറ്റ് F1 കളിക്കുകയാണ്. എന്താണ് നൈറ്റ് F1 കളിക്കാനുള്ള കാരണം? ഒരു ചെക്ക് വന്നു കഴിഞ്ഞാൽ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ ശ്രദ്ധിക്കണം, ബ്ലാക്കിന് ഇവിടെ ജസ്റ്റ് ഒരു ചെക്ക് മാത്രം മതി ഒരു H5 ഇവിടെ ചെക്ക് മേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഡിഫൻസ് ഇവിടെ വൈറ്റ് നോക്കുകയാണ്, പക്ഷെ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. തൻ്റെ അടുത്ത പീസിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവന്നു റൂക്ക് E6. അപ്പോൾ റൂക്കിനെയും കൂടെ H5 കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ വൈറ്റ് ഇവിടെ എന്താണ് ചെയ്യുക? ബിഷപ്പ് C1 കളിച്ചിട്ട് ആ ക്യൂവിനെ അങ്ങ് അറ്റാക്ക് ചെയ്തു. ആ ക്യൂവിനെ അവിടെ നിന്നെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത്.
പക്ഷെ ക്യൂവിനെ രക്ഷിക്കുന്നതിന് പകരം ആദ്യം തന്നെ ബ്ലാക്ക് ആ റൂക്ക് H6 ചെക്കും കളിച്ചു. അപ്പോൾ ഇവിടെയും ഫോഴ്സ്ഡ് മൂവ് ആണ്, നൈറ്റ് വെച്ചിട്ട് അതിനെ മറയ്ക്കുക. ഈ പൊസിഷനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഈ ക്യൂവിനും റൂക്കും പിൻഡാണ്. പക്ഷെ ഇവിടെ ബ്ലാക്കിന് ഒരു ഇൻസ്റ്റൻറ്റ് വിന്നിങ് മൂവ് ഉണ്ട്. നിങ്ങൾക്ക് ആ മൂവ് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണം ആലോചിച്ച് നോക്കാം. ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള മൂവ് ഒന്നുമല്ല. അതെ, റൂക്ക് ടേക്സ് H2 ചെക്ക്. അപ്പോൾ ഫോഴ്സ്ഡ് ആണ്, കിങ് വെച്ച് എടുത്തേ പറ്റൂ. ഇവിടെ ഒറ്റ മൂവിൽ ചെക്ക് മേറ്റ് ഉണ്ട്. അതെ, ജസ്റ്റ് ക്യൂൻ H5 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.